Find local linear approximation of f equal to 3 into 3xyz plus 2 at the point 1, 1, 1. Local linear approximation of a function f at the point x0, y0, z0 or f about x0, y0, z0 is given by L of xyz is equal to f of x0, y0, z0. ഇവിടെ 3 വേരിയബിൾ ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് f of x0, y0, z0 plus x minus x0 into fx of x0, y0, z0 plus y minus y0 into fy of x0, y0, z0 plus z minus z0 into fz of x0, y0, z0. ഇതാണ് ഇക്വേഷൻ. ഇനി ഇതിൽ ഓരോ ടേംസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. f of xyz equal to 3xyz plus 2 ആണ്. f of xyz equal to 3xyz plus 2. Therefore, fx of xyz എന്ത് വരും? fx ഇതിനെ with respect to x differentiate ചെയ്ത് എന്ത് വരും? 3yz വരും. And fy of xyz എന്ത് വരും? Similarly, with respect to y ആകുമ്പോൾ 3xz വരും. And fz of xyz എന്ത് വരും? 3xyz ഉള്ളത് 3xy കോൺസ്റ്റന്റ് ആണ്, z ഉള്ളത് 1. Therefore 3xy plus 2 ഉള്ളത് 0. നമുക്ക് fx of x0, y0, z0 ആണ് ആവശ്യം. അപ്പോൾ എന്ത് ചെയ്യാം? fx of x0, y0, z0 is 1, 1, 1. അപ്പോൾ yക്കും zനും xനും ഒക്കെ 1 കൊടുത്ത വാല്യൂ 3. fy of 1, 1, 1 എന്ത് വരും? That is again 3. And last one fz of 1, 1, 1 അതും എന്ത് വന്നു? 3 വന്നു. ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ എല്ലിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. Local linear approximation of the function 3xyz plus 2 is L of xyz equal to f of x0. അതുകൂടി കാണണം. f of x0, y0, z0 means f of 1, 1, 1. That is 3 into 1 into 1 plus 2. That is 3 plus 2, 5. This is 5 plus x minus x0. That is 1 into fx of x0, y0, z0. That is 3 plus y minus 1 into 3 plus z minus 1 into 3. This is equal to 5 plus 3x minus 3 plus 3y minus 3 plus 3z minus 3. That is 3x plus 3y plus 3z. ഇവിടെ -3, -3, -3, -9, 5 minus 9 എന്ന് പറഞ്ഞാൽ 5 minus 9 വരും കോൺസ്റ്റന്റ് ടേംസ്. That is -4. This is the local linear approximation of the function f equal to 3xyz plus 2 at the point 1, 1, 1 വരും. അതാണ് ആൻസർ. കുറച്ച് ഈസിയാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യനുമാണ്. ഫസ്റ്റ് പാർട്ടിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇത് ഞാൻ ഡിഫറെന്റ് ടൈപ്സ് ഉള്ള ഓരോരോ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ. എ ഫംഗ്ഷൻ f equal to x square y has local linear approximation L of xy equal to 4y minus 4x plus 8. Determine the point x0, y0. അതായത് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ഓഫ് എ ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റ് x0, y0 തന്നിട്ടുണ്ട്. ഇത് 4y minus 4x plus 8 ആണ്. ഫംഗ്ഷൻ എഫ് ആണ്. അപ്പോൾ പോയിന്റ് ഐഡന്റിഫൈ ചെയ്യണമെന്നാ പറയുന്നത്. അപ്പോൾ എന്താ? എഫ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ ആണ്. ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷന്റെ നമ്മൾ സപ്പോസ് നമുക്ക് ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഈ എഫ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എങ്ങനെ കാണുക? ദിസ് ഈസ് ഈക്വൽ ടു, സിൻസ് ഇറ്റ് ഈസ് 2 വേരിയബിൾ, എഫ് ഓഫ് x0, y0 പ്ലസ് എക്സ് മൈനസ് x0 ഇൻറ്റു എഫ് എക്സ് ഓഫ് x0, y0 പ്ലസ് y minus y0 into fy of x0, y0. എന്ത് ചെയ്യോ? ഓരോന്നും കാണാം. x0, y0ന്റെ വാല്യൂ അറിയില്ല, അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ അറിയാം. യൂഷ്വലായി ചെയ്യുമ്പോൾ എന്താ? f of x0, y0, f of xy, f of
xy is x square y ആണ് അല്ലേ? അപ്പോൾ f of x naught y naught എന്ത് വരും? x naught y naught xനും y square x naught y naught x naught square y naught. ഇനി fx of x naught y naught എന്ത് വരും? ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് 2xy വരും. therefore fx of x naught y naught is 2x naught y naught. next fy of ഇവിടെ fx of x naught y naught അല്ല, fx of xy ആണിത്. fx of xy is 2xy. അതായത് ഈ തന്ന fനെ with respect to x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2xy വരും. x സ്ക്വയറിന്റെ 2x y കോൺസ്റ്റന്റ് ആണ്. 2x naught y naught വരും. അപ്പോൾ fy of xy x square y യുടെ with respect to y partial derivative ആണ്, that is x square. therefore fy at x naught y naught is x naught square. അപ്പോൾ ഓരോന്നും നമുക്ക് കിട്ടിയല്ലോ. therefore നമ്മുടെ യൂഷ്വൽ by equation ഈ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? the local linear approximation of the function f of xy is f of x naught y naught, that is x naught square y naught plus x minus x naught into fx. fx എന്താ വരിക? 2x naught y naught plus y minus y naught into fy of x naught y naught square എന്ന് പറഞ്ഞാൽ x naught square. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ x naught y naught is a point. അതുകൊണ്ട് അതിന്റെ വാല്യൂസ് ഒരു സ്കേലാർസ് ആയിരിക്കും. 3, 2, 1 അങ്ങനെയുള്ള വാല്യൂസ് ആയിരിക്കും. വേരിയബിൾസ് ആയിട്ട് വരുന്നത് എക്സും വൈയും ആണ്. ഇതിലൊന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്യാം. അതായത് എക്സിന്റെ വേരിയബിൾസ് ഒക്കെ ഒന്നിച്ച് കോൺസ്റ്റൻസ് ഒക്കെ ഒന്നിച്ച് വരും. ഏതൊക്കെയാണ് എക്സ് ടേംസ്? ഏതൊക്കെ വരിക? എക്സിന്റെ വേരിയബിൾ വരുന്നത് ഇവിടെയാണ് എക്സ് എന്ന് പറയുന്ന ഒരു ടേം. എക്സ് എന്ന് പറയുന്ന വേരിയബിൾ വരുന്ന ഒരേ ഒരു ടേമേ ഉള്ളൂ. അതെന്താ? 2x naught y naught. അതാണ് എക്സിന്റെ വേരിയബിൾ. 2x naught y naught x. അത് എക്സിന്റെ കേസ് മാത്രം. ഇനി എന്ത് ചെയ്യണം? വൈയുടേത് വേണം. വൈയുടേത് എന്താ വരുക? ഇവിടെ ഒരു ടേം മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് x naught square. അത് വൈയുടേതാണ്. ഇനി ബാക്കിയുള്ളതൊക്കെ ഏത് ടേംസിൽ വരും? കോൺസ്റ്റൻസിൽ വരും. കാരണം ഈ x naught square y naught ഒരു കോൺസ്റ്റന്റ് ആണ്. x naught into 2x naught y naught അതൊക്കെ കോൺസ്റ്റൻസ് ആണ്. കോൺസ്റ്റന്റ് ടേമിൽ വരുന്നത് പ്ലസ് കോൺസ്റ്റന്റ് ടേമിൽ നോക്കാം x naught square y naught ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം നോക്കൂ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x naught-നെയും ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലസ് അല്ല മൈനസ് ആണ് വരിക. മൈനസ് 2x naught square y naught. x naught into 2x naught y naught ചെയ്താൽ 2x naught square y naught. ഇനി ലാസ്റ്റ് ടേം വരുന്നത് മൈനസ് x naught square y naught. ദാറ്റ് ഈസ് അതായത് എക്സിൻ്റെത് 2x naught y naught x അതൊരു ടേം പ്ലസ് x naught square y പ്ലസ് ഇവിടെ കോൺസ്റ്റന്റ് ടേംസ് ഒക്കെ x naught square y naught 2x naught square y naught മൈനസ് x naught square y naught. അപ്പോൾ എന്താ വരിക? സെയിം ടേം അല്ലേ? അതിന്റെ കോഎഫിഷ്യന്റ് 1 minus 2 minus 1 1 minus 3 വരും. ദാറ്റ് ഈസ് മൈനസ് 2 മൈനസ് 2x naught square y naught. സെയിം ടേം ആണ്. x naught square y naught ഇത് മൂന്നിലും കോൺസ്റ്റന്റ് ആണ്. മൂന്നിലും സെയിം ആണ്. അതിനെ നമുക്ക് ഒന്നിച്ച് വെച്ച് 1 minus 2 minus 1 1 minus 2 minus 1 minus 3 that is minus 2. അപ്പോൾ ഇത് ഇങ്ങനെ വരും. This is the L of xyz or local linear approximation of the given function. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ L of xyz ആണ്. ഇതിനെ call it as number 1. Given L of xy at the point x naught y naught is 4y minus 4x plus 8. This is given in the question. Now we can find the value of x naught and y naught by equating 1 and 2. 1 ഉം 2 എന്ന് പറഞ്ഞാൽ സെയിം ഫംഗ്ഷൻ. അതായത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ഏതാണ്? ദിസ് വൺ. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ യൂഷ്വൽ പ്രൊസീജിയർ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത L of xyz ആണ്. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ദിസ് ഈസ് ദ L of xyz or ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ. അത് രണ്ടും സെയിം ആണല്ലോ. നമുക്കിവിടെ x naught-ന്റെയും y naught-ന്റെയും വാല്യൂ അറിയില്ല, അത് കാണണം. അതിനെന്ത് ചെയ്താൽ മതി? സെയിം എക്സിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക, വൈയുടെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു x naught-ന്റെയും y naught അത് നോക്കും. അപ്പോൾ എന്ത് വരും? എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താ? ഇതാണ് x ടേം വരുന്നത്, ഇത് y ടേം.
ഒന്നുകിൽ കോൺസ്റ്റന്റ് ഏതായാലും ഇക്വേറ്റ് ചെയ്താൽ മതി. എക്സിൻ്റെത് എന്താ 2 1 equal to 2. അതിന് equating 1 and 2 എന്ന് ചെയ്താൽ എന്ത് വരും? Equating 1 and 2. We get 2x0 y0 x equal to minus 4x or 2x0 y0 equal to minus 4. And second one എന്ത് വരും? x0 square equal to y യുടെ coefficient 4 വരും. Therefore, x0 square equal to plus or minus 2 and x0 y0 is minus 4 by 2 minus 2. Any x0 square 4 വന്ന x0 plus or minus 2 ആവുക. x0 plus 2 ആയാൽ y0 എന്ത് വരും? y0 എന്ന് പറയുന്നത് minus 2 by 2, that is minus 1. ഇനി x0 minus 2 ആയാൽ y0 എന്ത് വരും? y0 equal to x0 minus 2 ആയാൽ y0 എന്ന് വരും? x0 y0 equal to minus 2 അല്ല, അപ്പോൾ minus 2 by minus 2, that is plus 1. അപ്പോൾ പോയിന്റ്സ് ഏതൊക്കെ വരാം? 2 minus 1 minus 2 1. ഇത് രണ്ടുമാണ് നമ്മുടെ പോയിന്റ്സ്. ഓക്കെ, ഇതുപോലത്തെ പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാം നമുക്ക് എക്സാമിന്. ഇവിടെ പോയിന്റ്സ് 2 പോയിന്റ്സ് വന്നിട്ടുണ്ട്. ഇവിടെ പറയുന്ന ഡിറ്റർമിൻ ദ പോയിന്റ് x0 y0. അപ്പൊ നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്യണം ഈ 2 പോയിന്റിലും സെയിം ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ആണെന്ന്. കാരണം ഇവിടെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ഞാൻ എക്സും വൈയും മാത്രമേ ഇക്വേറ്റ് ചെയ്തിട്ടുള്ളൂ. ആക്ച്വലി ഒരു ടേം കൂടി ഇല്ലേ, അതേതാ? കോൺസ്റ്റന്റ് ടേം. ദാറ്റ് ഈസ് ഇവിടെ രണ്ടെണ്ണം. ഫസ്റ്റ് വൺ ഇതാണ്, നമുക്ക് 1 equal to 2 ചെയ്യുമ്പോൾ കിട്ടുന്നത്. സെക്കൻഡ് വൺ x0 square equal to 4 കിട്ടും. അതുപോലെ തന്നെ ഒരു കണ്ടീഷനും കൂടി ഉണ്ടല്ലോ. എന്താ? ദാറ്റ് ഈസ് അതായത് ഇവിടെ കോൺസ്റ്റന്റ് ടേം നോക്കൂ. കോൺസ്റ്റന്റ് ടേം എന്താ വരുന്നത്? മൈനസ്, അതുകൂടി എഴുതണം, -2 x0 square y0 equal to എന്താ 8 ആണ് കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് 2 പോയിന്റ്സ് കിട്ടി. ആ 2 പോയിന്റ്സും 3 കണ്ടീഷൻ ഹോൾഡ് ചെയ്യണ്ടേ ആക്ച്വലി. അപ്പൊ നമുക്ക് നോക്കാം. അറ്റ് 2 minus 1 ഈ ഒരു പോയിന്റിൽ ഈ തേർഡ് കണ്ടീഷൻ നോക്കൂ. നമുക്ക് -2 into x0 square, that is 2 square into y0 minus 1, അതെന്താ വരുക? -2 into 4 into minus 1, that is plus 8. അപ്പോൾ ഈ കണ്ടീഷൻ ഓക്കെ ആണ്. പക്ഷേ അറ്റ് ദ പോയിന്റ് x2 ആകുമ്പോൾ y0 minus 1 എന്നല്ലേ കിട്ടും. ഇത് നമ്മൾ ചെക്ക് ചെയ്തു ഈ ഒരു പോയിന്റ്. ഇനി അറ്റ് ദ പോയിന്റ് -2 1 നോക്കാം. -2 1 വരുമ്പോൾ എന്താ വരുന്നത്? -2 into -2 square into 1, that is -2 into 4 into 1, that is -8. അപ്പോൾ ആ കോൺസ്റ്റന്റ് ടേം, അതായത് ഇത് ഈക്വൽ ടു -8 ആണ് കിട്ടുന്നത്. ആക്ച്വലി ഇത് +8 ആണ്, ഇവിടെ കിട്ടുന്നത് -8 ആണ്. Therefore, this is not the point. -2 1 is not the point. 2 minus 1 is the point. x0 y0 എന്ന് പറയുന്ന പോയിന്റ്. അതൊന്ന് ചെക്ക് ചെയ്യണം. എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെ ഒരു ഇഷ്യൂ വരണമെന്നില്ല. രണ്ടെണ്ണം കിട്ടുന്ന കേസിൽ നമ്മൾ ഒന്ന് കോൺസ്റ്റന്റ് കൂടി ചെക്ക് ചെയ്യും.